ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിൻ്റെ ആവേശം വാനോളം ഉയർത്തി ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ പോരാട്ടം ബാർബഡോസിൽ. സൗത്ത് ആഫ്രിക്ക കന്നിക്കിരീടം ലക്ഷ്യം വെച്ചാണ് ഇന്ത്യക്കെതിരെ ഫൈനലിറങ്ങുക. രണ്ടാം T20 വേൾഡ് കപ്പ് ലക്ഷ്യം വെച്ചാണ് ഇന്ത്യയും ഇറങ്ങുക. രോഹിത് ശർമ്മയും ഏഡൻ മാർക്കറും മികച്ച ക്യാപ്റ്റൻസിയാണ് ഈ ടൂർണമെൻറ്റിലുടനീളം നടത്തിയത്. പരാജയമറിയാതെയാണ് ഈ താരങ്ങൾ തങ്ങളുടെ ടീമിനെ ഫൈനലിലെത്തിച്ചിട്ടുള്ളത്. ഇരു ടീമുകളുടെയും ബാറ്റിംഗ് കരുത്തും ബോളിംഗ് കരുത്തും മികച്ചതാണ്. പേസ് ബോളിംഗിൽ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ. ഇതേസമയം സൗത്ത് ആഫ്രിക്കയുടെ പേസ് നിരയിൽ എല്ലാവരും ശക്തരുമാണ്. മാർക്കോ യാൻസൺ, ആൻഡിച്ച് നോക്കിയ, കാർഗിസോ റബാഡ എന്നിവർ മികച്ച രീതിയിൽ പന്തെറിയുന്നവരാണ്. ഇന്ത്യൻ നിരയിലെ മികച്ച സ്പിന്നറായ കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ. ഇതേ മികവുള്ള സ്പിന്നർമാർ സൗത്ത് ആഫ്രിക്കൻ നിരയിലുമുണ്ട്. കേശവ് മഹാരാജ്, ഷംസി എന്നിവരാണ് മികച്ച പ്രകടനം നടത്തുന്ന സ്പിന്നർമാർ. ബാറ്റിംഗ് കരുത്തിലും ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് സൗത്ത് ആഫ്രിക്ക. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്. സൗത്ത് ആഫ്രിക്കയിൽ ക്വിന്റൻ ഡീകോക്ക്, ഹെൻറിച്ച് ക്ലാസൻ, ഡേവിഡ് മില്ലർ, മാർക്രം തുടങ്ങിയവരെല്ലാം മികച്ച ഫോമിലുമാണ്. എന്തായാലും ഒരു മികച്ച മത്സരം തന്നെ പ്രതീക്ഷിക്കാം. ഈ മത്സരത്തിൽ മഴ സാധ്യത ഉണ്ടെങ്കിലും റിസർവ് ഡേ ഉള്ളതിനാൽ പ്രശ്നമില്ല. 10 ഓവറെങ്കിലും ഒരു ടീം കളിച്ചിരിക്കണമെന്നാണ് നിയമം. 5 ഓവർ മത്സരം ഉണ്ടാവില്ല. മത്സരം ടൈ ആവുകയാണെങ്കിൽ സൂപ്പർ ഓവറിലായിരിക്കും വിജയം തീരുമാനിക്കുക. രാഹുൽ ദ്രാവിഡിൻ്റെ പരിശീലകൻ എന്ന റോളിലെ അവസാന ടൂർണമെൻറ്റാണിത്. ഇതിനുശേഷം ദ്രാവിഡ് പടിയിറങ്ങിയാണ്. നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമെല്ലാം ഇനി T20 ടീമിൽ കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ കപ്പ് നേടിയവർക്ക് മടങ്ങാനുള്ള സുവർണ്ണ അവസരമാണ്. ഈ T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം ക്രിക്കറ്റ് ആരാധകർക്കെല്ലാം മികച്ചൊരു മത്സരമായിരിക്കും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.